ബിജുവേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ രാജ്യത്ത് കുറച്ച് സർവേകളൊക്കെ നടന്നിട്ടുണ്ട്. ആ സർവേകളൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മുടെ പ്രതിപക്ഷത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോ വിറളി പിടിച്ച കണക്ക് ഓപ്പറേഷൻ സിന്ദൂർ അത്ര നല്ല ഓപ്പറേഷൻ ഒന്നും ആയിരുന്നില്ല, അതിൽ നമ്മുടെ ഒരുപാട് ജെറ്റ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമാക്കണം എന്നൊക്കെ പറഞ്ഞ് തലങ്ങ് വിലങ്ങ് ഓടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതില് രാഹുൽ ഗാന്ധിയുടെ ഒരു ട്രോള് ഇന്നലെ ഞാൻ കണ്ടത് ഒരു ഗംഭീര ട്രോളായിരുന്നു. നമ്മുടെ മാഗ്നസ് കാൾസൺ എന്ന് പറയുന്ന ചെസ്സിനെ നമ്പർ 1 ലോക ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അപ്പൊ പുള്ളിക്കാരനെ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഗുകേഷ് പരാജയപ്പെടുത്തി. ഈ മാഗ്നസ് കാൾസൺ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് ഈ കൂടുതൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാകുമ്പോഴും നമ്മൾ ഓരോ ഉയരത്തിലേക്ക് പോകുമ്പോഴും നമുക്ക് വിനയം വരും എന്നാണല്ലോ സ്വാഭാവികമായിട്ടും ഉള്ള ഒരു വൈപ്പ്. അങ്ങനെയല്ല, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ വലിയ അച്ചീവ്, സച്ചിൻ ടെണ്ടുൽക്കർ, സെറീന വില്യംസ്, പിന്നെ നമ്മുടെ വേറെ പല അച്ചീവ് ചെയ്ത പല ആൾക്കാരും, അത് ഏത് മേഖലയിലും ആയിക്കോട്ടെ, മാധ്യമ ഫീൽഡിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് എന്താണ് വലിയ ഒരു ജ്ഞാനിയാകും തോറും നമുക്ക് കൂടുതൽ വിനയം വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. പക്ഷെ മാഗ്നസ് കാൾസൺ അങ്ങനെയല്ല. മാഗ്നസ് കാൾസൺ അഹങ്കാരമാണ്. ഇപ്പൊ നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്നത് ഒരു മനുഷ്യന് 3 ഗുണങ്ങളാണുള്ളത്: സത്വരജസ് തമോ ഗുണങ്ങളെന്ന്. സത്വഗുണം എന്ന് പറഞ്ഞാൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമ്മുടെ കാര്യം നോക്കി സമൂഹത്തിന് നന്മ ചെയ്ത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തി സമൂഹത്തിന് കൂടെ നന്മയാകണം എന്നുള്ള ഗുണമുള്ള ആൾക്കാരാണ് സത്വഗുണം ഉള്ള ആൾക്കാർ. അതായത് നമ്മൾ ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ, ഒരു റൂമിൽ കത്തിച്ചു വെച്ചാൽ ചുറ്റുമുള്ള ആൾക്കാർക്ക് വെളിച്ചം ലഭിക്കുന്നത് പോലെ. രജോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമാണ് ഇവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ എന്ന ഭാവം, അഹങ്കാരം പലർക്കും ഉള്ളത് അതാണ്. പക്ഷെ അത് മാഗ്നസ് കാൾസൺ വളരെ കൂടുതലാണ്. ഈ മാഗ്നസ് കാൾസൺ ഗുകേഷിനെ വെല്ലുവിളിച്ചിട്ട് ഗുകേഷ് മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തി. ഇയാളൊന്നും എനിക്കൊരു എതിരിയല്ല എന്നാണ് മാഗ്നസ് കാൾസൺ ഗുകേഷ് നോക്കി പറഞ്ഞത്. പക്ഷെ ഗുകേഷ് മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തി. എന്നിട്ട് ഗുകേഷ് ഒന്നും മിണ്ടിയില്ല. ഒരിറ്റ് കണ്ണുനീര് ഗുകേഷിന്റെ കണ്ണിൽ നിന്ന് വന്നു. അതിനുശേഷം ഗുകേഷ് മിണ്ടാതെ നിന്നു. അദ്ദേഹം സൈലൻസ് ആണ്. അദ്ദേഹം പോയി. മാഗ്നസ് കാൾസൺ ഈ ചെസ് ബോർഡിലിട്ട് അടിക്കുകയും പിടിക്കുകയും എല്ലാം ചെയ്യുന്ന ദൃശ്യങ്ങളുണ്ട്. ഞാനിത് പറഞ്ഞത്, ഇതിനെ സംബന്ധിച്ച് ഒരു ട്രോൾ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെടുത്തി. രാഹുൽ ഗാന്ധി ഗുകേഷിനോട് വളരെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്ന ഒരു ഇമേജ്: നിങ്ങൾ വിജയിച്ചെന്നു മാഗ്നസ് കാൾസന്റെ കൂടെ, നിങ്ങൾ ഇപ്പൊ പറയണം നിങ്ങൾക്ക് എത്ര കുതിരകൾ, എത്ര തേരുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. പിന്നെ എങ്ങനെ പറയും നിങ്ങൾ വിജയിച്ചു എന്ന്? നിങ്ങൾക്ക് ഇത്ര നഷ്ടങ്ങൾ സംഭവിച്ചില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെയാണ് രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ സർവേ എന്ന് പറഞ്ഞാൽ, സർവേ ഡിപ്പെൻഡ്സ് ഓൺ പബ്ലിക് സെന്റിമെന്റ്, BJP സപ്പോർട്ട്, കോണ്ടെക്സ്റ്റ് ഓഫ് ഓപ്പറേഷൻ സിന്ദൂർ. ഈ 3 കാര്യങ്ങളാണ് ഈ സർവേയിൽ പ്രധാനമായിട്ടും ഊന്നൽ കൊടുത്തത്. ഈ ഓപ്പറേഷൻ സിന്ദൂറില് പബ്ലിക് സെന്റിമെന്റ് എന്ന് പറയുന്ന വിഷയത്തില് റൈസ് ഓഫ് ഗ്ലോബൽ ഒപ്റ്റിമിസം പൊട്ടൻഷ്യലി ഡ്യൂ ടു ദ സക്സസ്ഫുൾ എക്സിക്യൂഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് പെർസീവ്ഡ് ഇമ്പാക്ട് ഓൺ കൗണ്ടർ ടെററിസം എഫേർട്സ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ആ സർവേക്കകത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഒരു ഗ്ലോബൽ ഒപ്റ്റിമിസം നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്കും നമ്മുടെ രാജ്യത്തിനോടുള്ള മറ്റ് രാജ്യങ്ങളുടെ മനോഭാവത്തിലും വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം BJP സപ്പോർട്ടാണ്. സം സർവേസ് ഹാവ് റിവീൽഡ് ഇൻക്രീസ്ഡ് സപ്പോർട്ട് ഫോർ ദ BJP അമോങ് കേരള മൈനോറിറ്റീസ്. ഇത് ആ സർവേയിൽ പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. അത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ BJPക്ക് വലിയ അക്സെപ്റ്റൻസ് ലഭിച്ചിട്ടുണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. അത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ. കാരണം ഇങ്ങനെ ഒരു അറ്റാക്ക് ഇവിടെ ഉണ്ടായപ്പോൾ ഇത് ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റിന് വേണ്ടിയിട്ടാണ് എന്ന് ആദ്യം പറഞ്ഞത് BJP നേതാവായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കാരണം ഈ അദ്ദേഹത്തിന്റെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരിക്കലും അദ്ദേഹം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് നമ്മുടെ രാജ്യത്തെ മുസ്ലിംസിനെ അദ്ദേഹം തള്ളി പറയാറില്ല. അദ്ദേഹം പുറത്തു പോയിട്ടാണെങ്കിലും അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിം, ഇങ്ങനെ നെഞ്ചത്തടിക്കും അദ്ദേഹം, ഇങ്ങനെ അമാര ദേശ് കാ മുസൽമാൻ എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിംസ് സൂഫി പാരമ്പര്യം പിന്തുടരുന്ന ആൾക്കാരാണ്, അവരെ പോലെ സഹിഷ്ണുതയുള്ള ആരും ഈ ലോകത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് വളരെ അത്ഭുതം തോന്നും അദ്ദേഹം ഈ കാര്യം ലോകത്തോട് പറയുമ്പോൾ. കാരണം വേറെയുള്ള സകല, ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പുറത്ത് വന്നിട്ട് അദ്ദേഹത്തിന്റെ രാജ്യത്തെ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നത് യൗമാനെ പിടിച്ച് പുറത്താക്കണമെന്നാണ്. അപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി ഇങ്ങനെ പറയുന്നത്. അപ്പോ അങ്ങനത്തെ സംഭവമുണ്ട്. അപ്പോ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ ഇത് ടെററിസ്റ്റുകൾ, ഒരു മുസ്ലിമിന്റെ തലയിൽ പോലും നിങ്ങളുടെ കലിമ ചൊല്ലിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്, നിങ്ങൾ ഇവിടെ വലിയ പ്രശ്നക്കാരാണ്, കണ്ടില്ലേ നിങ്ങളെ സപ്പോർട്ട്, അങ്ങനെ ഒരു വാചകം പോലും എന്തിനു പറയുന്നു അദ്ദേഹത്തിന്റെ വായിൽ നിന്നല്ല, BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോലും വന്നിട്ടില്ല.
രാജ്യമാണ് വലുതെന്ന് പറഞ്ഞ് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. രാഹുൽ ഗാന്ധി മാത്രമാണ് അതിൽ വ്യത്യസ്തനായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ കോൺടെക്സ്റ്റിൽ ഉണ്ടായിട്ടുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസം. ഹൈ പ്രസിഷൻ മൾട്ടി ഡോമിനർ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ കണ്ടക്ടഡ് ബൈ ഇന്ത്യൻ ആർംഡ് ഫോഴ്സസ് ഓൺ May 6, 7, 2015 ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇതെല്ലാം അതിഭീകരമായിട്ട് വർദ്ധിച്ചു എന്നാണ് ഈ സർവേ പറയുന്നത്. ഇനി അടുത്തതാണ് ഏറ്റവും കൂടുതൽ ഇവരെ വിഷമിപ്പിക്കുന്നത്. നരേന്ദ്രമോദിക്കുള്ള പിന്തുണ 100% ഒരു രാജ്യത്തെ, അതും 145 കോടി, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം, ഏറ്റവും ഉള്ള പോപ്പുലേഷൻ ഉള്ള രാജ്യം, ഇവിടെ 88% ജനങ്ങളും നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ സുന്ദരമായിട്ടുള്ള ഒരു നിമിഷം. 88% ആൾക്കാരും നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ പിന്തുണയ്ക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ സർവേ ഫലം പുറത്തു വന്നതോടുകൂടി നമ്മുടെ രാജ്യം വേറൊരു തലത്തിൽ പോയി എന്നുള്ളൊരു ഒരു കാര്യം നമുക്ക് മനസ്സിലായി. കോൺഗ്രസ് വളരെ അങ്കലാപ്പിലാണ്. ഈ സർവേ ഫലം, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപും ശേഷവും, എനിക്ക് ബിജു ചേട്ടനിൽ നിന്ന് അറിയേണ്ടത് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അത് ആരും ആയിക്കൊള്ളട്ടെ, പ്രതിപക്ഷമായിക്കൊള്ളട്ടെ, മൈനോറിറ്റീസ് ആയിക്കൊള്ളട്ടെ, അതിനുശേഷവുമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഈ സർവേ പറയുന്നത് പോലെ ആണോ? കാരണം ഈ സർവേ ഫലങ്ങളെല്ലാം നമ്മൾ അറിയാം, വളരെ സർവേ ഫലങ്ങളൊന്നും പല ആൾക്കാരും അംഗീകരിച്ചു തരില്ല. ഇപ്പം കോൺഗ്രസിനെതിരാണെങ്കിൽ കോൺഗ്രസ് അംഗീകരിച്ചില്ല, BJPക്ക് എതിരാണെങ്കിൽ BJP അംഗീകരിച്ചില്ല. അതിപ്പോ നമ്മളെ ഇലക്ഷൻ സർവേ ആണെങ്കിൽ പോലും അവർ അംഗീകരിച്ചില്ല. അവർ പറയുന്നത് ജനാധിപത്യത്തിൽ സർവേക്കൊന്നും ഒരു വിലയില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്താണ് ബിജു ചേട്ടന്റെ ഒരു വിലയിരുത്തലിൽ, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കീനായിട്ട് ഒബ്സർവ് ചെയ്ത ഒരു ചാനലാണ്, നമ്മൾ ലൈവ് ഒരുപാട് പോയിട്ടുണ്ട് ഈ ചാനൽ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഓരോ പൊട്ടും പൊടിയും നമ്മൾ ഇതിൽ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങൾ നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്കളുടെ ഒരു ഒപ്പീനിയനിൽ ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപും ശേഷവും നമ്മുടെ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ധനുഷ് ആദ്യം പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ തകർത്തതിനേക്കാളും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നാം തല ഉയർത്തി നിൽക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ ഒരു സംഭവം, ഒരു വലിയ വിജയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുഷ് ആദ്യം സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അത് എല്ലാ ഒരുമാതിരിപ്പെട്ട മൈനോറിറ്റി, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിലെ, അല്ലെ മുസ്ലിം മതവിശ്വാസികളുടെ മനസ്സിൽ അതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഹൽഗാമില് 26 ഹിന്ദു, അതിൽ 25 ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും, അങ്ങനെ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള 26 പേരെ മതം ചോദിച്ച് മതത്തിന്റെ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞ് ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം വെടിവെച്ച് കൊല്ലുന്നു എന്നൊരു സംഭവം. ലോകത്ത് എല്ലായിടത്തും ഈ ജിഹാദി അറ്റാക്കുകൾ നടക്കുമ്പോൾ, ഭീകരാക്രമണം നടക്കുമ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്ന് മാത്രമല്ല, വലിയ രീതിയിൽ അത് ആക്രമണം, അത് UK പോലും നമ്മൾ ഈ അടുത്ത കാലത്ത് അത് കണ്ടതാണ്. വാരി വലിച്ചിട്ട് സിറ്റിയോട് സിറ്റി അടിച്ച് ഓടിക്കുന്ന, പോലീസ് അടിച്ചു ഓടിക്കുന്ന എത്രയോ ഇടങ്ങളിൽ ഒക്കെ സംഘർഷം ഉണ്ടാകും നമ്മൾ കണ്ടത്. പക്ഷെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത്, ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത്, ഹിന്ദു സംഘടന, അതായത് തീവ്രമായ ഹിന്ദു സംഘടനകളും അല്ലാത്തതും 1000 ഹിന്ദു സംഘടനകളുണ്ട്. സംഘപരിവാർ മാത്രമല്ല ഈ രാജ്യത്തെ ഹിന്ദു സംഘടനകൾ, അതിനേക്കാൾ തീവ്രമായ അനവധി ഹിന്ദു സംഘടനകളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു രാജ്യത്ത് ഹിന്ദുക്കൾ കഴിവില്ലാഞ്ഞിട്ടോ ഈ ഹിന്ദു സംഘടനകൾ ശക്തരല്ലാഞ്ഞിട്ടോ അല്ല. അതായത് മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളായിരുന്നു ഇതെങ്കിൽ ആ ന്യൂനപക്ഷം നമ്മൾ കണ്ടതാണ്. ഇറാഖിലെ യസീദികളൊക്കെ എന്താണ് സംഭവിച്ചത്, നമ്മുടെ ISIS പിടിമുറുക്കിയപ്പോൾ ആ പെൺകുട്ടികളൊക്കെ ക്രൂരമായ ബലാത്സംഗം ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കി, അടിമകളാക്കി, ലൈംഗിക അടിമകളാക്കി. അങ്ങനെ ഒക്കെ ഇവർ പറയുന്നിടത്തൊക്കെ ഈ ഭീകരവാദികൾക്ക് തെറ്റിയത്, ഇല്ലെങ്കിൽ ലോകത്തിന് തെറ്റിയത്, ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ രാജ്യം തകരണമെന്ന് ആഗ്രഹിക്കുന്ന മതമൗലികവാദികൾക്ക് തെറ്റിയതും നരേന്ദ്രമോദി ആദ്യം കൈവരിച്ച വിജയവും അതായിരുന്നു. ഒരില അനങ്ങിയില്ല. ധനുഷ് സൂചിപ്പിച്ചതുപോലെ സാധാരണ നമുക്കറിയാം ഈ BJPയുടെ സോഷ്യൽ മീഡിയയിൽ 2 തരം സംഖ്യകളുണ്ട്. ഒന്ന് സൈബർ പോരാളികളുണ്ട്, ഒന്ന് നോർമലി സൈബർ സംഖ്യകളുണ്ട്. അവർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അത് പോരാളികളുണ്ട്. അവർ ചില സമയം നല്ല കാര്യങ്ങളാണ് അവർ പറയുന്നതെങ്കിൽ ചില സമയം തീവ്രമായ വികാരങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് വാളിന്റെയും പരിചയുടെ ഒക്കെ പടമൊക്കെ കൊടുത്തിട്ട് ഇടുന്നവരുണ്ട്. പക്ഷെ അവര് പോലും വളരെ കൂളായിട്ട്, വളരെ സംയമനത്തോടു കൂടി ഇത് മുസ്ലിങ്ങളാണ് ഇതിന്റെ പിന്നിലെന്നോ, ഇല്ലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ തിരിയുകയാണെന്നോ, വർഗീയത്തിന്റെ ഒരു അക്ഷരം പോലും ആരും പറഞ്ഞില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം, യൂട്യൂബിൽ തന്നെ ഈ വർഗീയമായി ചിന്തിക്കുന്ന, അല്ലെ വലതുപക്ഷത്തിന്റെ അതിതീവ്രമായ യൂട്യൂബ് ചാനൽസ് പോലും ഇന്ത്യയിൽ ഒരുപാടുണ്ട്. പക്ഷെ അവര് പോലും വളരെ ഇതായിട്ടാണ് ചെയ്തത്. എന്താ ഈ രാജ്യത്ത് ഒരു കലാപം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ലേ? ഈ ബംഗ്ലാദേശികൾ താമസിക്കുന്ന കോളനികളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുക, ഇല്ലെങ്കിൽ പാകിസ്ഥാനികൾ എന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഈ പുറത്തുനിന്ന് കുടിയേറിയന്മാരൊക്കെ പുറത്തു പോകുമെന്ന് പറഞ്ഞൊരു സംഘർഷം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ലേ? 2 കോടി ബംഗ്ലാദേശികൾ ഇവിടെ ഇല്ലേ? ഇല്ല റോഹിംഗ്യകൾക്കെതിരെ പ്രതിഷേധം തിരിച്ചുവിടാൻ പറ്റുമായിരുന്നില്ലേ? ഇല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് അത് പറ്റുമായിരുന്നില്ലേ? ആ ഒരു ആത്മസംയമനം വല്ലാതെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനം, അത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുടെ ഒക്കെ മനസ്സിലേക്ക് തറഞ്ഞു കയറി.
കാരണം RSS ഒരു ചെറിയ സംഘടനയല്ല, സംഘപരിവാർ ഒരു ചെറിയ സംഘടനയല്ല. ആ സംഘടനയും ഇല്ലെങ്കിൽ ആ സംഘടനയുമായി ബന്ധമില്ലാത്ത ഹൈന്ദവ സംഘടനകളും വിചാരിച്ച നിമിഷ നേരം കൊണ്ട് ഇവിടെ ഒരു കലാപ സംഘർഷം ഉണ്ടാക്കുക, അതിനെയൊന്നും എതിർത്ത് നിൽക്കാനൊന്നും പറ്റില്ല. അത് സ്വാഭാവികം, അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കൂടുതലുള്ളവരും കരുത്തന്മാരും ജയിക്കും എന്നുള്ളത് തന്നെ ഒരു ലോകനീതി. പക്ഷെ ഇവിടെ അതൊന്നും സംഭവിച്ചില്ല. ഇതെല്ലാം അവർ ന്യൂനപക്ഷങ്ങൾ അത് നന്നായി മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ്. അതാണ് ഇതിന്റെ ഒന്നാമത്തെ ഒരു പോയിന്റ്. ഒപ്പം തന്നെ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിലേക്ക് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളും ഒന്നും പറഞ്ഞില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഈ രാജ്യം എത്രത്തോളം മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിനെയാണ് ശരിക്കും നമ്മൾ പറയേണ്ട സെക്കുലറിസം, മതേതരത്വം എന്ന് പറയേണ്ടത് ഇതിനെയാണ്. അതല്ലാതെ ഒരാളെ പ്രീണിപ്പിക്കുകയോ ഒരാളെ ദുഷിക്കുകയോ അല്ല ചെയ്യുന്നത്. ഇന്ന് വരെ അദ്ദേഹം 2014 2002 മുതലേ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ഇന്ന് വരെ അദ്ദേഹം ഈ മുസ്ലിങ്ങളെ മോശമാക്കിയ രീതിയിൽ അദ്ദേഹം ചിത്രീകരിച്ചിട്ട് അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യം, ഈ രാജ്യത്തെ മുസ്ലിം സഹോദരന്മാരെന്നും കൂടിയാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കും മുസ്ലിങ്ങളല്ലെന്ന് പറയാൻ കഴിയില്ല, ഹിന്ദുക്കളല്ലെന്നും പറയാൻ കഴിയില്ല. അങ്ങനെ അഡ്രസ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഇന്ന് വരെ ഒരു സാധാരണ BJPയുടെ ഒരു ലോക്കൽ മെമ്പർ ആണെങ്കിൽ പോലും ഒരു ക്രിട്ടിസൈസ് ചെയ്തോ മോശമായോ പറഞ്ഞില്ല. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യ എത്രത്തോളം മാറി എന്ന് മനസ്സിലാക്കുന്നത്. അതായത് കൃത്യമായ സുരക്ഷ, കൃത്യമായ അതായത് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാല് താടിയുള്ള അപ്പന് പേടിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം RSSO BJPയുടെ കീഴിൽ മാത്രമല്ലല്ലോ ഹൈന്ദവ സംഘടനകളുള്ളത്. എത്രയോ ഹൈന്ദവ സംഘടനകളുണ്ട് അതിതീവ്രമായി പെരുമാറുന്നത്. അവര് പോലും ഒരു പ്രസ്താവന നടത്തിയില്ല എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായി ഈ രാജ്യത്തിന് ഒരു നാഥനുണ്ട്. ആ നാഥൻ എന്താണോ പറയുന്നത് അനുസരിക്കാൻ ഒരു വലിയ സമൂഹം തയ്യാറായി നിൽക്കുന്നു. അവിടെ ആർക്കും ഒരു പോറലുണ്ടാകാതെ, ഇല്ലെങ്കിൽ ആർക്കും ഒരു വേണമെങ്കിൽ അന്ന് ഇപ്പം ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ നടത്തുന്ന ഒരു ബോയ്ക്കോട്ട് വേണമെങ്കിൽ നമുക്ക് നടത്താമായിരുന്നല്ലോ. മുസ്ലിങ്ങളുടെ കട ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സംഘടനയോ ഇല്ല ഏതെങ്കിലും ഒരു നേതാവ് ചുമ്മാതെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടാലും 10 പേരുടെ കച്ചവടം മുടക്കാൻ പറ്റുമെന്നല്ലോ. എവിടെങ്കിലും മുടക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പകരം തുർക്കിയുടെ കാര്യത്തിൽ ഓരോരുത്തരും തീരുമാനമെടുത്തു, തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ വേണ്ട, കാരണം നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ട് അത് വേണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനമെടുത്തൊരു കാര്യമാണ്. അത് രാജ്യം പറഞ്ഞ തീരുമാനമല്ല. അപ്പൊ ഞാൻ അതാണ് ചോദിക്കുന്നത്, അങ്ങനെ പോലും ഒന്നും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും മസ്ജിദിന്റെ വാതിക്കൽ കൂടെ പ്രതിഷേധ പ്രകടനവുമായിട്ട് ഒരു ഹൈന്ദവ സംഘടനയോ ഹൈന്ദവ ആൾക്കാരോ ഒന്നും പോയിട്ടില്ല. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞത്, ഇതാണ് ഈ രാജ്യം ഇപ്പോഴത്തെ അവസ്ഥയ്ക്കാണ് നമ്മൾ സെക്കുലറിസം എന്ന് പറയുന്നത്. ഇത് കണ്ട് കണ്ണുകടി പൂണ്ടിട്ട് അയ്യോ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ള വേവലാതിയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി രണ്ടാമത്തേത് കാര്യം, ധനുഷിന് ഓർമ്മ കാണും, നമ്മൾ ഈ ഇലക്ഷൻ ടൈമിൽ 2024 ലോക്സഭ ജനറൽ ഇലക്ഷൻ ടൈമിൽ നമ്മൾ ഇരുന്നിട്ട് ആ സമയത്തുള്ള സർവേകൾ അവലോകനം ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയുടെ ജനസമ്മതി 60% താഴ്ന്നിരുന്നു. അതായത് 2014 ശേഷം അദ്ദേഹത്തിൻ്റെത് 68 വരെ പോയിരുന്നു, പിന്നീട് 65 പിന്നീട് 62 അത് ഈ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് അത് 60 എത്തി. അതിന്റെ ഒരു ഫലം ആ റിസൾട്ടിൽ കാണാനും ഉണ്ടായിരുന്നു. BJPക്ക് ഒരു അബ്സല്യൂട്ട്ലി മെജോറിറ്റി ജനം കൊടുത്തിരുന്നില്ല. ആ നിലയിലേക്ക് അത് പോവുകയും ചെയ്തു. പക്ഷേ കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനത്തിനെ സംബന്ധിച്ച്, ഒരു ജനസമൂഹത്തെ സംബന്ധിച്ച് അവർക്ക് ആദ്യം വേണ്ടത് സെക്യൂരിറ്റിയാണ്. ബാക്കിയെല്ലാം രണ്ടാമതേ വരുന്നുള്ളൂ. ഒരു സെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ധൈര്യവാന്മാരാകും. ആ സെക്യൂരിറ്റി കൊടുക്കാൻ മോദിക്ക് കഴിയുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുസ്ലിം സമുദായത്തിനിടയിൽ മാത്രമല്ല, ക്രിസ്ത്യൻ സമുദായത്തിനിടയിലും ഇതിന് ഭയങ്കര അക്സെപ്റ്റൻസ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് കിട്ടി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ പരതി കഴിഞ്ഞാൽ ഹിന്ദു ആക്ടിവിസ്റ്റിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റുകൾ ഈ സിന്ദൂറിന് വേണ്ടിയിട്ട് അഹോരാത്രം അവരുടെ ആ പ്രചരണവും കാര്യങ്ങളും നടത്തുന്ന ഒരു കാഴ്ച. കാരണം അത്രത്തോളം ഒരു ഫീൽ, ഒരു സെക്യൂരിറ്റി ഫീൽ ജനങ്ങൾക്ക് കൊടുക്കാൻ അതുകൊണ്ട് കഴിഞ്ഞു. ഇവിടെയാണ് ഈ രാഹുൽ ഗാന്ധി വീണ്ടും ഫൂളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ കരുതി ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, പഴയ രാഹുൽ ഗാന്ധി അല്ല, കുറച്ചൊക്കെ നന്നായി എന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയെങ്കിൽ വീണ്ടും രാഹുൽ ഗാന്ധി വീണ്ടും കുഴിയിലേക്ക് വീഴുന്നു, ഇല്ലെങ്കിൽ അദ്ദേഹത്തെ ആരൊക്കെയോ കുഴിയിലേക്ക് ചാടിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ അദ്ദേഹം ആദ്യം പറഞ്ഞത്, അതായത് നമ്മൾ വെടിനിർത്തൽ വന്നപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ നരേന്ദർ കീഴടങ്ങി എന്നാണ്, അതായത് മോദി കീഴടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കുകയും കോൺഗ്രസ്സുകാർ മീമിറക്കി, ട്രോളുകൾ ഇറക്കി, ഈ കോൺഗ്രസിന്റെ സൈബർ രംഗത്ത് വലിയ പ്രചരണം നടത്തി. അതായത് അതായത് ഒരു കഥ പോലെയാണ് അവർ ഇറക്കിയത്.
ട്രംപ് ഫോൺ ചെയ്യുന്നു, മോദി നിർത്തിക്കോ എന്ന് പറയുന്നു. അപ്പം മോദി പറയുന്നു യെസ് സാർ നിർത്താമെന്ന് പറയുന്നു. ഈ രീതിയിലുള്ള ഒരു കീഴടങ്ങലിലേക്ക് ആണ് ആ കഥ. അത് വെച്ചിട്ട് ചില മാധ്യമങ്ങളും അത്തരത്തിലുള്ള കഥകളൊക്കെ ഇറക്കി. അതിനെക്കുറിച്ചാണ് ന്യൂസ് 18 ആദ്യം ചോദിച്ച ചോദ്യം. അതിനെക്കുറിച്ച് ജനങ്ങളോട് ചോദിച്ചെന്താണ്, നിങ്ങൾ ഈ പറയുന്ന നരേന്ദ്ര കീഴടങ്ങി അല്ലെങ്കിൽ മോദി കീഴടങ്ങി എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ 87.55% പേരും പറയുന്നു ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ നേതാവിൽ ഉറച്ച വിശ്വാസമുണ്ട്. കാരണം ഇന്നേ വരെ ഈ രാജ്യം കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കുന്നത്. ഇവിടെ ഭീകരാക്രമണം ആദ്യമായിട്ടല്ല നടക്കുന്നത്, അനവധി തവണ ഭീകരാക്രമണത്തിന് വിധേയമായ ഒരു രാജ്യമാണിത്. അപ്പൊ തിരിച്ചടി ആദ്യമായിട്ടല്ല കൊടുക്കുന്നത്, അവരത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പേടിയും ഭയമുള്ള ഒരാളാണ് തിരിച്ചടിക്കാൻ പോകില്ലല്ലോ. അതും ചെറിയ അടിയൊന്നും അല്ല അവന്മാർക്ക് കൊടുത്തത്, അവന്മാരുടെ കുടുംബത്തിൽ കയറിക്കൊണ്ട് ആ കുടുംബം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള അടിയാണ് കൊടുത്തത്. അപ്പൊ അവർക്കറിയാം മോദിക്ക് അത് അടിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് ആവശ്യമായ സമയത്ത് നിർത്താനും വീണ്ടും പുനരാരംഭിക്കാനും കഴിയും. അതുകൊണ്ടാണ് 87.55% പേരാണ് രാഹുൽ ഗാന്ധി തള്ളിപ്പറഞ്ഞത്. ഇവിടെ ആകെ അനുകൂലിച്ചിരിക്കുന്നത് 12.45% പേരാണ്. പക്ഷെ ഇതിനകത്ത് അവർ കൺക്ലൂഷൻ പറയുന്ന ഒരു കാര്യം, ഈ ഒരു സമയത്ത് സൈനികരുടെയും ഒപ്പം തന്നെ രാജ്യത്തിനും ഒപ്പം നിൽക്കാതെ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും വെറുക്കുന്നു എന്നാണ് അവരതിന്റെ അടിയിൽ ഒരു കുറിപ്പ് കൂടി എഴുതിയിരിക്കുന്നത്. ആ സർവേയിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു വല്ലാത്ത വെറുപ്പാണ് കോൺഗ്രസിന്. അതായത് രാഹുൽ ഗാന്ധി എന്താണോ ഉദ്ദേശിച്ചത്, ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്നത് ചിലപ്പം ഈ ന്യൂനപക്ഷത്ത് തന്നെയുള്ള ഒരു ന്യൂനപക്ഷത്തെ ആയിരിക്കാം, അവിടെ അദ്ദേഹം പരാജയപ്പെട്ടു എന്നാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. അത് വെറും 12.45%. അവിടെ 87 അത് 100-ൽ 87.55%വും ഇത് മോദി കീഴടങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ, കാരണം നമ്മൾ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കണം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, എപ്പോൾ വേണേ അടി തരും എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം, നമ്മൾ അന്ന് ചെയ്ത സിന്ധു നദീജല കരാർ പോലും തിരിച്ചിട്ടില്ല. രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ മോദി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് ശ്രദ്ധേയം. 88.6% പേർ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് നരേന്ദ്രമോദിയിലുള്ള ഒരു ഭയങ്കരമായ വിശ്വാസം, ഞങ്ങളുടെ സുരക്ഷ, അതാണ് ഞാൻ പറയുന്നത്, സെക്യൂരിറ്റി ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ക്ലിയറാണ്. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ മോദി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ രാജ്യത്തെ 88.6% പേരും വിശ്വസിക്കുന്നത്. അവിടെ വരുമ്പോൾ ഈ പ്രതിപക്ഷവും വിഘടനവാദികൾക്കും എല്ലാം കൂടെ കിട്ടുന്ന ജനപിന്തുണ എന്ന് പറയുന്നത് 17.94%. അതായത് ഈ രാജ്യത്തെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളുടെ ശതമാനം പോലും വരുന്നില്ല. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായില്ലേ, ആ സമുദായം പോലും ഇവന്മാരുടെ കൂടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതാണ് അതിന്റെ ഒരു പ്രധാന കാര്യം. പിന്നെ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ചർച്ച ഈ രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയമാണ്. ആ രാജ്യത്ത് BJP ഒരു വാദഗതി മുൻപോട്ട് വെച്ചിരുന്നു, ഈ സിന്ധു നദീ ജല കരാറ് റദ്ദ് ചെയ്തതുമായി ബന്ധപ്പെട്ട്. അപ്പൊ BJP പറഞ്ഞൊരു കാര്യം, ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും ചേർന്നിട്ട് നമ്മുടെ രാജ്യത്തെ അടിയറ വെക്കുകയായിരുന്നു, അതാണ് ഈ സിന്ധു നദീ ജല കരാറ്, അത് വേണ്ടിയിരുന്നില്ല, അതാണ് ഞങ്ങൾ ഇപ്പോൾ മാറ്റിയതെന്ന് പറയുന്നു. അതിനോടൊപ്പമാണ് 83.38% ആളുകൾ ആ പ്രസ്താവനയോടൊപ്പമാണ്. അവിടെ 16.62% പേര് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്, പ്രതിപക്ഷത്തിന് വാദത്തോടാണ് അംഗീകരിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ജനപ്രീതി വല്ലാതങ്ങ് കൂടി. ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഈ വിമർശിക്കുന്നവർ പറയും യുദ്ധക്കൊതിയന്മാരായ ജനമാണ് ഈ രാജ്യത്തെ. അല്ല, അവന് സുരക്ഷ കൊടുക്കാൻ കഴിവുണ്ടെന്നുള്ളൊരു നേതാവിലൊരു ആത്മവിശ്വാസമാണത്. ആ ഒരു ആത്മവിശ്വാസത്തിൽ നിന്നാണ് ആ ഒരു ഫലത്തിലേക്ക് പോയിരിക്കുന്നത്. ഈ നമ്മുടെ രാജ്യം, ഞാൻ ചോദിച്ചിട്ട് 2014 മുമ്പ് അനവധി ബോംബ് സ്ഫോടനങ്ങൾക്ക്, ഭീകരാക്രമണങ്ങൾക്ക് ഒരു തിരിച്ചടി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഈ തിരിച്ചടിയുടെ തൊട്ടു പിന്നാലെ ഒരൊറ്റ ഭീകരാക്രമണം നടന്നിട്ടില്ല ഇന്ത്യയിൽ, ഇതുവരെ നടന്നിട്ടില്ല. അതായത് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, ആ ഒരു അടിയോടുകൂടി അവർ ഒതുങ്ങി. ഞാൻ പറയുന്നത് പാകിസ്ഥാൻ ഉള്ള കാലം മുഴുവൻ ഒതുങ്ങിയിരിക്കില്ല, അവർക്ക് ഒതുങ്ങിയിരിക്കാനും കഴിയില്ല. അവർ ഇന്നല്ലെങ്കിൽ നാളെ അത് വീണ്ടും തുടങ്ങും ഈ പണി, അവർക്ക് അതേ അറിയൂ. പക്ഷെ അതിന് ഒതുക്കി ഇരുത്താൻ കഴിഞ്ഞു, ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തലയെടുപ്പോട് നിൽക്കാൻ കഴിഞ്ഞു. ഞങ്ങളുടെ പൗരന്മാരെ കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. മുമ്പ് നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട്, മുംബൈ ഭീകരാക്രമണം ഇപ്പോഴായിരുന്നെങ്കിൽ എന്തായിരുന്നു പാകിസ്ഥാന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുന്നു. നമുക്ക് തന്നെ ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ഇപ്പോഴായിരുന്നു മുംബൈ ഭീകരാക്രമണം പോലെ നടന്നിരുന്നെങ്കിൽ പാകിസ്ഥാൻ കാണില്ലായിരുന്നു, അതേ അവസ്ഥയിലേക്ക് പോയി. പാകിസ്ഥാൻ ഒന്നുമല്ല എന്നുള്ള കാര്യം നമ്മൾ തെളിയിച്ചു കൊടുക്കുക മാത്രമല്ല, മർമ്മത്ത് തന്നെ അടി നടത്തി ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ തലവന്റെ കുടുംബാംഗങ്ങൾ, കുട്ടികൾ ഉൾപ്പെടെ കൊന്നൊടുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് ഈ സർവേയുടെ ഫലം വ്യക്തമാകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഇലക്ഷനൊക്കെ നടക്കാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വർഷം ഇലക്ഷനൊക്കെ നടക്കാമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി കുറഞ്ഞ ഒരു 400-425 സീറ്റിൽ BJP ചിലപ്പോൾ ഒരു 400 സീറ്റിലെങ്കിലും BJP 350 to 400 സീറ്റിൽ BJP ഈസി ആയിട്ട് ജയിക്കും എന്നാണ്. കാരണം അത്രത്തോളം 400 ബാർ എന്ന് അവർ പറയുന്ന സംഖ്യ ഇപ്പോഴാണെങ്കിൽ ഉറപ്പായിട്ട് കിട്ടും. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ കാര്യം, കോൺഗ്രസ് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന NCP, മമതാ ബാനർജി, ഇവരെല്ലാം തന്ത്രപൂർവം
കേന്ദ്ര സർക്കാരിനോട് ഒപ്പം നിന്ന് മുമ്പോട്ട് പോവുകയും അവരുടെ സ്ഥാനം സേഫ് ആക്കുകയും ചെയ്യുമ്പോഴാണ് രാജീവ് ഗാന്ധിയും കോൺഗ്രസും ഈ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെയാണ് അതിന്റെ രാഹുൽ ഗാന്ധിയും ടീമും ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും. ഞാനതാ പറഞ്ഞത്, കോൺഗ്രസിന് ഇപ്പോഴും ഇത്രയും വർഷം ഈ രാജ്യം ഭരിച്ചിട്ടും കോൺഗ്രസിന് ഇപ്പോഴും ഇവിടുത്തെ ഗ്രൗണ്ട് മനസ്സിലാകുന്നില്ല. അതെ, ഗ്രൗണ്ടിൽ കറക്റ്റ്. എന്താ നടക്കുന്നത് മനസ്സിലാകുന്നു. ജനത്തിന്റെ പൾസ് അവർക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ ധാരണ ഇപ്പോഴും മുസ്ലിം പ്രീണനം നടത്തുക, ഹിന്ദുക്കളെ ഇലക്ഷൻ ടൈമിൽ പോയിട്ട് കൈകൂപ്പി കാണിച്ച് അവരുടെ വോട്ട് കിട്ടും, ക്രിസ്ത്യാനികളെ തടവിയ വോട്ട് കിട്ടും. ആ കാലമൊക്കെ പോയി. ഇപ്പോൾ വിസിബിൾ ആയിട്ടുള്ള വികസനമുണ്ടോ? സെക്യൂരിറ്റി എനിക്ക് ഫീൽ ചെയ്യണം. സെക്യൂരിറ്റി നമ്മുടെ കയ്യിൽ ബ്രഹ്മോസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് കാണണം ബ്രഹ്മോസ് വെച്ച് അടിക്കുന്നത്. ഇല്ലെങ്കിൽ നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ നമ്മളെ തൊട്ട് കഴിഞ്ഞ് നമ്മൾ തീർക്കുമെന്ന് പറഞ്ഞാൽ പോരാ, കാണണം. വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, കാണണം. അത് കാണിച്ചു തന്നു പാകിസ്ഥാനിൽ. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അവനെ തീർക്കുമെന്ന്. തീർത്തല്ലോ, കണ്ടില്ലേ? ബ്രഹ്മോസ് ഉണ്ടെന്ന് പറഞ്ഞു, അതിനകത്ത് ഒരു റഡാറിലോ അത് പിടിക്കാതെ എന്ന് അടിക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ കയ്യിൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. കണ്ടില്ലേ ബ്രഹ്മോസ് ഇട്ട് കൊടുത്തത് എന്ന് പറഞ്ഞില്ലേ? ഇതേ രീതിയിലേക്ക് പക്ഷെ 2014 മാറി. ശേഷമുള്ള നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് വളരെയധികം മാറി. 2014 ശേഷം ആര് ഭരിച്ചാൽ നമുക്കെന്താ, ഏവൻ ഭരിച്ചാൽ നമുക്കെന്താ എന്നുള്ളൊരു രീതിയായിരുന്നല്ലോ നമ്മുടെ ജനങ്ങൾക്ക്. ആര് ഭരിച്ചാൽ എന്താ, ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ്. അതിപ്പം രാഷ്ട്രീയക്കാർക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പൊ 2014 മുമ്പ് നീ ജയ് ഞാൻ ജയ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോ ഈ പാലം ചെയ്തത് ഞാനാണ് എന്ന രീതിയിലോട്ട് പറയുന്ന ലെവലിലോട്ടെത്തി. ഇപ്പൊ മുഹമ്മദ് റിയാസിനെ നമുക്കറിയാലോ, ഇത് ചെയ്തത് ഞാനാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ജനങ്ങളുടെ മൈൻഡ് സെറ്റും അത് തന്നെയാണ്. 2014 മുമ്പ് ആര് ഭരിച്ചാൽ എന്താ, നമ്മൾ ജോലിക്ക് പോയാൽ നമുക്ക് ജീവിക്കാം എന്നുള്ള ലെവലിൽ നിന്ന് ഇപ്പം ഒരാൾ ഭരിക്കാനുണ്ടല്ലോ എന്നുള്ളൊരു ലെവലിലോട്ട് നമ്മുടെ കാര്യങ്ങൾ. ഇപ്പൊ നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ ഭൂരിപക്ഷത്തിന്റെ മാത്രമല്ല, ഇപ്പൊ ന്യൂനപക്ഷത്തിന്റെ, ഇപ്പൊ ക്രിസ്ത്യാനികളായിക്കൊള്ളട്ടെ, മുസ്ലിങ്ങളായിക്കൊള്ളട്ടെ, അവർക്ക് ഞങ്ങളുടെ രാജ്യത്ത് ഭരിക്കാൻ ഒരു ഭരണാധികാരി ഉണ്ട്, ഈ പുള്ളിക്കാരൻ തന്നെ ഇനിയും ഇനിയും വരണം, ഈ പുള്ളി ഭരിക്കണം എന്നുള്ളൊരു രീതിയിലോട്ട് മാറി. അത് ഈ പുള്ളി ഭരിക്കണമെന്ന് മാത്രമല്ല, ഈ പുള്ളിക്ക് ശേഷം ആ പുള്ളി ഭരിക്കണം എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് ഭൂരിഭാഗം ജനങ്ങൾക്ക് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്കും ഇവർക്കും ഉണ്ട്. പണ്ട് ഇപ്പം മൻമോഹൻ സിംഗ് കഴിഞ്ഞാൽ ആരെങ്കിലും വരട്ടെ നമുക്കെന്താ എന്നുള്ള രീതിയായിരുന്നു. അല്ല, ധനുഷ്, ഇത് രണ്ട് കാര്യമുണ്ട്. നമ്മുടെ എല്ലാ രാജ്യങ്ങളിലുള്ള ജനങ്ങൾക്ക് ഒരു ദേശീയ വികാരമുണ്ട്, ദേശീയ ബോധമുണ്ട്, ദേശീയ വികാരം. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ 602 നാട്ടുരാജ്യങ്ങളായിരുന്നു നമ്മൾ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത്. ഈ 602 രാജ്യങ്ങൾക്ക് പ്രത്യേകം ഭാഷ, വേഷം, ആചാരം എല്ലാം ആയിരുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് ഇന്ത്യ എന്ന ഇല്ല ഭാരതം എന്ന ഒരു വികാരം ഉണ്ടായിരുന്നു, ദേശീയ ബോധമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെല്ലാം വിഘടിച്ച് നിൽക്കുക. ചെറിയ ചെറിയ രാജ്യങ്ങളാകുമ്പോൾ സമയത്തും നമുക്ക് ഭാരതം എന്ന് പറഞ്ഞൊരു വികാരം അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ആ വികാരം രഘുപതി രാജവരാകാറാൻ പാടുമ്പോഴോ ഇല്ലെങ്കിൽ ആഗസ്റ്റ് 15 കൊടി ഉയർത്തുമ്പോഴോ മാത്രമായിട്ട് തണുത്തുറഞ്ഞു പോയി. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ, റോഡുണ്ടാകത്തില്ല, നമ്മളെ ആരെങ്കിലും തല്ലിയാലോ ബോംബ് വെച്ചാലോ ചോദിക്കാൻ ആളില്ല, അമേരിക്ക കണ്ണു കിട്ടിയാൽ മൂത്രം ഒഴിക്കണം, ഇല്ല കട്ടിലടി കയറണം എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറി. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഈ രാജ്യത്തിന്റെ നട്ടല്ല എന്ന് പറയുന്നത് ലോകത്തിന് ഒരു രാജ്യത്തിനും പറയാൻ കഴിയാത്ത ഒന്നുണ്ട്. 55% യൂത്താണ്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം പേരും 28 വയസ്സും അതിന് താഴെയുള്ളവരാ. അവരെ സംബന്ധിച്ചുള്ള ദേശീയ ബോധം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്രയേലിനെ കണ്ടുപഠിക്കുന്നതാണ് അവർ കമന്റ് ചെയ്യുന്നത്. ഇസ്രയേലിനെ നോക്ക്, കണ്ടുപഠിക്ക്. അവർക്ക് റഷ്യ പോലും അല്ല അവരുടെ മോഡല്, അമേരിക്ക അല്ല അവരുടെ മോഡല്. ഇസ്രയേലിനെ കണ്ടുപഠിക്കൂ എന്നാണ് പറയുന്നത്. അടിച്ചാൽ തിരിച്ചടിക്കണം. വികസനം എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ വെക്കണം. അമേരിക്കൻ മോഡലാണോ, അതിനെ വെല്ലുന്നത് കൊണ്ടുവരാനാണ് പറയുന്നത്. വന്ദേ ഭാരത് ഇറങ്ങിയപ്പോൾ കൈയടി കിട്ടുന്നതും ഈ റോഡുകളുടെ വികസനത്തിൽ കൈയടി കിട്ടുന്നതും ഈ രാജ്യം വലിയ വികസനം ചെയ്യുമ്പോഴും യൂത്ത്, ആ യൂത്തിന് ഈ ആയ കാലത്ത്, ഈ അടുത്ത കാലത്തൊന്നും പ്രതിപക്ഷ പാർട്ടികൾ കിട്ടില്ല. കാരണം നമ്മൾ എത്രയോ വർഷമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉറപ്പിച്ച് ഞാൻ പറയാം, കിട്ടില്ല. കാരണം അവർക്ക് ഈ രാഹുൽ ഗാന്ധിയിലോ ഇല്ല കോൺഗ്രസിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കോൺഗ്രസിന് ഇപ്പൊ ചെയ്യാൻ കഴിയുന്ന കേരളം പോലുള്ള ഏതെങ്കിലും തുരുത്തുകളിൽ നിൽക്കാനേ കഴിയൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യിച്ചോണ്ടൊരു നേതാവ് വന്നത്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൂവ് അല്ല, മൈക്കിന്റെ മുമ്പിൽ നിന്ന് കരയുകയും വൈകാരികമായി ആൾക്കാരെ ഇളക്കി വിടുകയും ചെയ്തിരുന്ന നേതാക്കന്മാരാണെങ്കിൽ ഇപ്പോഴങ്ങനല്ല. വൈകാരികമായി പറയുന്നതോടൊപ്പം തന്നെ പ്രവർത്തി ചെയ്ത് കാണിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരും വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ആ ഒരു രീതി മാറി മറിഞ്ഞു പോയത്. ആരുടെ മുമ്പിൽ തലകുലിക്കാതെ നമ്മൾ നിൽക്കുമ്പോൾ യൂത്തിന് എന്താണ് ആവശ്യം? ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഈ രഘുപതി രാജാറാമോ ഇല്ലെങ്കിൽ ഒക്ടോബർ 2 ആഗസ്റ്റ് 15 കൊടിയുയർത്തുന്നതല്ല അവരുടെ ദേശീയ ബോധം. അവര് നോക്കുന്നത് എപ്പോഴും എന്റെ രാജ്യം മറ്റ് രാജ്യങ്ങൾക്കൊപ്പമാണോ, എന്റെ രാജ്യത്തിന്റെ നേതാവ് മറ്റു രാജ്യങ്ങളുടെ നേതാക്കന്മാരുടെ ഇടയിൽ എങ്ങനെ നിൽക്കുന്നു, എന്റെ രാജ്യം എങ്ങനെ. നമ്മൾ ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പറയുമല്ലോ, ഇന്ന് വിദേശ രാജ്യത്ത് എവിടെങ്കിലും ഒരു ഇന്ത്യക്കാരൻ കുടുങ്ങിയാൽ നമ്മുടെ ഇവിടുത്തെ കൊച്ചു കുട്ടികൾ പറയല്ലേ, അത് മോദി നോക്കിക്കോളും. കാരണം അത്ര ഉറപ്പാണ്.
ഈ ലോകത്ത് എവിടെങ്കിലും ഒരു ഇന്ത്യക്കാരൻ കുരുങ്ങിയ മോദി നോക്കിക്കോളുമെന്ന് പറയും. പണ്ട് നമ്മുടെ ഒരു വിദേശകാര്യമന്ത്രി ഉണ്ടായിരുന്നു, ഞാൻ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ആ വിദേശകാര്യമന്ത്രി ദുബായിലേക്ക് ചെല്ലാൻ പോയപ്പോൾ അവിടെയുള്ള മലയാളി സംഘടനകൾ പോസ്റ്റ് ഇട്ടു, വന്ന മുട്ട എറിയുമെന്ന്, ചീമൊട്ട. എന്നിട്ട് അവർ ഈ ഒരു അന്നത്തെ എന്തോ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഈ മുട്ട ഇങ്ങനെ വന്ന് ഇങ്ങനെ ബുൾസ അടിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഇട്ട് കൊടുത്തു, പോയില്ല പേടിച്ചിട്ട്. അതാണോ ഇപ്പോഴത്തെ അവസ്ഥ? ചെല്ലാൻ വിളിക്കുകയാണ് പ്രവാസികളാണെങ്കിൽ, വരൂ, ഇവിടെ വരൂ എന്നാണ് പറയുന്നത്. അതിപ്പം മുസ്ലിം ലീഗിന്റെ ഒക്കെ സംഘടനകളാണ് ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതലുള്ള പ്രവാസങ്ങൾ, അവരുൾപ്പെടെയാണ് അതിനകത്ത് നിൽക്കുന്നത്. കാരണം എന്താണ്? ആ രാജ്യത്തിന്റെ ഒരു നട്ടല്ലായിക്കൊണ്ട് ഒരു പ്രധാനമന്ത്രി ഒരു രാജ്യം സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുമ്പോൾ അവര് ജോലി ചെയ്യുന്ന രാജ്യത്തിലെ ആ ഭരണാധികാരികൾക്ക് നമ്മളോടുള്ള സ്നേഹം, ബഹുമാനം, അത് അവിടുത്തെ പൗരന്, അവിടുത്തെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരനും കിട്ടുന്നുണ്ട്. ഇന്നിപ്പോ നമുക്ക് ടെൻഷൻ ഇല്ലാത്തതിന്റെ കാര്യം എന്താ? നമ്മുടെ ഇപ്പൊ ട്രംപ് അവിടെ കിടന്നുകൊണ്ട് പറയുന്നു താരിഫ് കൂട്ടും. ഒരു വെപ്രാളം ഇവിടുത്തെ ഒരു ജനത്തിനും ഇല്ല. കൂട്ടുന്നേ കൂട്ടിക്കോട്ടെ, ഇവിടെ ബാക്കി കാര്യം നോക്കാൻ ഞങ്ങൾക്ക് അറിയാം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ സിന്ദൂർ കഴിഞ്ഞപ്പോൾ എന്താണ് ഇവിടുത്തെ ജനം മുഴുവൻ പറഞ്ഞത്? ചൈനയെ അതിന് വരട്ടെ, അവനെ നമ്മൾ തീർത്തു കൊടുക്കും. നമുക്കിപ്പോഴും ചൈനയുടെ ആയുധബലം അറിയില്ല, നമ്മൾ അതിനുശേഷം വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് നമ്മൾ പോയിട്ടുമില്ല. അവിടെ അതല്ലേ 65 ശേഷം നമ്മൾ പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണത്? ഇവിടുത്തെ ജനത്തിനത് വിശ്വാസമുണ്ട്, ജനത്തിന് തെളിവ് ഉണ്ട്, ഇല്ലെങ്കിൽ ജനത്തിനത് പൂർണ്ണ വിശ്വാസമാണ് ഈ സർക്കാരിനെ. അല്ലാതെ ഈ തെളിവ് എവിടെ? വിമാനം പോയോ, മറ്റേത് പോയോ? ഇത് നേരത്തെ ചെസ്സിന്റെ കഥ പറഞ്ഞിടത്തോട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. കറക്റ്റാണ്. ചെസ്സിനകത്ത് എത്ര ആള് പോയി, എത്ര കുതിര പോയി എന്നുള്ളതല്ല, ചെസ്സിൽ ആര് ജയിച്ചു എന്നുള്ളതാണ്. ഏത് കളിയിലും അങ്ങനെ തന്നെയാണ്. അവിടെ തന്നെയാണ് ഇതും നിൽക്കുന്നത്. അപ്പം ഇനിയെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ കാലത്തിനനുസരിച്ച് പോവുക. ദേശീയത എന്ന് പറയുന്നത് ഒരിടത്തെ സൂപ്പിക്കുകയും ഒരിടത്ത് തലോടുകയും ഒരിടത്ത് ഇലക്ഷൻ വരുമ്പോൾ തൊഴുകയും അല്ല. സബ്കാ സാത്ത് സബ്കാ വികാസ് ആയിട്ട് മുൻപോട്ട് പോവുക. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട് ഓടുമ്പോൾ നടുവേ ഓടുക. പിന്നെ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് യൂത്താണ് 55%. യൂത്തിനൊപ്പം നിൽക്കണമെങ്കിൽ നിങ്ങളും യൂത്തായേ പറ്റൂ. യൂത്ത് ആയില്ലേ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് തന്നെയാണ് BJP അടിക്കടി ജയിക്കുന്നത്. നിങ്ങൾക്ക് ഇനി എത്ര നാളുകൂടി EVM കുറ്റം പറയാൻ പറ്റും? അതൊരു ചോദ്യമാണ്. ഈ ഒരു EVM കാര്യം ഇപ്പോഴും രാഹുൽ ഗാന്ധി എടുത്തിട്ടുണ്ട്. എനിക്ക് ചിരി വരുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ രാജ്യത്ത് EVM ഏറ്റവും കൂടുതൽ സമരം നടത്തിയിട്ടുള്ള ഒരു പാർട്ടി ഏതാണെന്നറിയാം ധനുഷേ? BJP. BJP ആണ് ഈ രാജ്യത്ത് EVM. BJP ഇതിനേക്കാൾ കഷ്ടമായിരുന്നു, ഈ രാഹുൽ ഗാന്ധിയേക്കാൾ കഷ്ടമായിരുന്നു. ഈ ഇത് കൊണ്ടുവന്ന സമയത്തൊക്കെ കോൺഗ്രസ് ജയിച്ചു കയറുമ്പോൾ BJPക്ക് ഇത് കള്ളത്തരമാണ്, ഇത് കള്ളത്തരമാണ്, ഭയങ്കര പ്രക്ഷോഭം. പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നു, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഉപരോധിക്കുന്നു. അത്രയും സമരമൊന്നും കോൺഗ്രസ് നടത്തിയിട്ടില്ല. അപ്പൊ എല്ലാ രാജ്യത്തും തോക്കുന്നവനൊരു കാരണമുണ്ടാകും തോറ്റു എന്ന് പറയാൻ. പരീക്ഷയ്ക്ക് തോറ്റാൽ നമ്മൾ പറയും പേന തെളിഞ്ഞില്ല, ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അത്ര വലിയ തെളിച്ചമില്ലായിരുന്നു, മാഞ്ഞതാണ്, ഇല്ലെങ്കിൽ ടീച്ചർ എനിക്ക് എക്സാം എഴുതാൻ ടൈം തന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ നോക്കുന്നത് റിസൾട്ടാണ്. തോറ്റോ ജയിച്ചോ എന്ന് മാത്രമേ ഇവിടെ ഉത്തരവുള്ളൂ. ഇവിടെയാണ് ഈ സർവേ, വളരെ പ്രസക്തമായൊരു സർവേ, രാജ്യവ്യാപകമായിട്ട് അവർ നടത്തിയ സർവേ ആയത്. വളരെ എനിക്ക് അത്ഭുതപ്പെടുത്തുന്നു ഈ സർവേ. എനിക്ക് തോന്നുന്നു 2014 ശേഷം, 2014 പോലും നരേന്ദ്രമോദിക്ക് ഇത് ഈ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല. 2014 കിട്ടിയിട്ടില്ല. എന്നാൽ അദ്ദേഹം 370 എടുത്ത് കളഞ്ഞു, നോട്ട് നിരോധനം, കുറെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് പോലും ഈ പറയുന്ന എന്താ പറയുന്നത് 88% അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല. ഇനി പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു നിർത്താം. ഇന്നലെ നമ്മുടെ ഈ കാശ്മീരിലെ ആ പാലത്തിന്റെ ഉദ്ഘാടന വേളയിൽ നമ്മുടെ ചെനാബ് പാലത്തിന്റെ ഉദ്ഘാടന വേളയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അദ്ദേഹം ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, മനുഷ്യ കേട്ടോന്നുണ്ട്. അദ്ദേഹം അത് പറയുന്ന കാര്യമുണ്ട്, ബ്രിട്ടീഷുകാർ വിചാരിച്ചിട്ട് ഈ പാലം പണിയാൻ കഴിഞ്ഞില്ല, അവർക്ക് ഇതിന്റെ കരവരെ എത്താൻ പറ്റുള്ളൂ. അതിനുശേഷം പലരും വിചാരിച്ചിട്ട് നടന്നില്ല, പക്ഷെ ഇവിടെ മോദി സാഹിബിന് അത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് നരേന്ദ്രമോദിക്കും, അതായത് ആ ചെനാബിന് കുറുകെ കൂടി ഒരു പാലം കെട്ടാൻ ഈ രാജ്യം 60 വർഷമായിട്ട് ഭരിച്ചിട്ട് ഭരണാധികാരി കഴിഞ്ഞില്ല. അതിനു മുമ്പ് ബ്രിട്ടീഷുകാർ. ചെനാബ് പാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, സത്യം പറഞ്ഞാൽ കാശ്മീരിൽ 370 അബ്രഗേഷൻ ഉണ്ടായെങ്കിൽ പോലും ആ ചെനാബ് പാലം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ കശ്മീർ ഇന്ത്യയുടെ ഭാഗമായത്. ഇന്ത്യയും കശ്മീരുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് വന്നത്. ഇനിയിപ്പോ നമുക്ക് ശ്രീനഗറിലോട്ട് ഡയറക്റ്റ് ട്രെയിൻ ആണെന്നാണ് പറയുന്നത്, ഡയറക്റ്റ് ട്രെയിൻ. അല്ലെങ്കിൽ നമ്മൾ ജമ്മുവിൽ ഇറങ്ങിയിട്ട് 8 മണിക്കൂർ കറങ്ങി വെയിറ്റ് ചെയ്ത് പോകണമായിരുന്നു. ഇനി കശ്മീരിലോട്ട് ഡയറക്റ്റ് ട്രെയിൻ ആണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. വലിയ സംഭവമാണ് കേട്ടോ, ഭയങ്കര വിപ്ലവാത്മകമാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം നമുക്ക്. നരേന്ദ്രമോദി ഇപ്പൊ അധികാരത്തിൽ കഴിഞ്ഞ അതിന്റെ കാലയളവൊക്കെ കഴിഞ്ഞാലും ചരിത്രത്തിൽ നരേന്ദ്രമോദി രേഖപ്പെടുത്തി വെക്കും. കാരണം ഒന്ന്, ഈ പാലം തന്നെ മതി. കാശ്മീരുമായി ബന്ധപ്പെടുത്തുക മാത്രമല്ല, ബ്രിട്ടീഷുകാർ തോറ്റെടുത്ത് 60 വർഷം ഭരിച്ചവർ തോറ്റെടുത്ത് നരേന്ദ്രമോദി കുറഞ്ഞ സമയം കൊണ്ട് അത് പൂർത്തിയാക്കി. അതൊരു വലിയ ചരിത്ര സംഭവമാണ്. 370 എടുത്തു കളഞ്ഞതൊരു വലിയ സംഭവമാണ്. കള്ളനോട്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ കേൾക്കാൻ പോലും ഇല്ല കള്ളനോട്ടിന്റെ ഒരു വാർത്തകൾ തന്നെ. കാരണം ആ ഒരു സമ്പ്രദായം ആയിട്ടു എല്ലാവർക്കും ഈ രാജ്യത്ത് അക്കൗണ്ടബിലിറ്റി വന്നു.
ജൻധൻ യോജന അക്കൗണ്ട് വഴി എല്ലാവർക്കും ഇത് വന്നു. ഇതെല്ലാം മതി ചരിത്രത്തിൽ രേഖപ്പെടുത്താനായിട്ട്. കാരണം ഇനി പുതിയ യുഗമാണ്, ഈ യൂത്തിന്റെ കാലമാണ്. യൂത്തിന്റെ ഐക്കൺ ഇപ്പോൾ മോദി തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. പിന്നെ എന്താണ് 2024 ലോക്സഭയിൽ അവർക്ക് ഇത്രയും ഭൂരിപക്ഷം കുറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദി മാത്രം അല്ലല്ലോ, മോദി അല്ലല്ലോ ഈ 554 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. അപ്പം മത്സരിക്കുന്നവനും അവിടെ പണിയെടുക്കുന്നവനും ഒക്കെ കുറച്ചുകൂടെ ഒക്കെ നോക്കണമായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും ഈ സർവേ വളരെ ഞെട്ടിക്കുന്ന ഒരു സർവേ. ഇന്ന് വരെ 2014 അദ്ദേഹം പ്രധാനമന്ത്രിയായ ശേഷം ഇന്ന് വരെ ഇത്രയും ഒരു ഹൈറ്റിലേക്ക്, ഇത്രയും ഒരു ജനപിന്തുണയിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. ഇപ്പോഴാണ് അത് എത്തിയിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നത് മറ്റേ ബാലക്കോട്ടിലെ സ്ട്രൈക്കിന് ശേഷം പോലും ഇത് വന്നിട്ടില്ല. അന്നും 68-69 വന്നിട്ടുള്ളൂ. ഇത് ഭയങ്കരമായി. 88.6% എന്ന് പറഞ്ഞ ചെറിയ സാധനമല്ല ഇതില്. അത് ബാക്കിയുള്ള ചപ്ര ചിപ്ര എല്ലാം കൂടെ ഒരു 12% കഷ്ടിമുഷ്ടിയേ ഉള്ളൂ. വിഘടനവാദികള്, പിന്നെ പ്രതിപക്ഷ പാർട്ടികള്, ഭീകരന്മാര്, കുത്തിത്തിരിപ്പുകാര്, കുഴിവെട്ടുകാർ എല്ലാം കൂടെ ചേർന്നിട്ട് 12% ഉള്ളൂ. ഭയങ്കരമാണ്, വലിയൊരു സംഭവം. രാജ്യം ഇപ്പൊ രാജ്യം ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രാജ്യം ഇപ്പോൾ 4ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് നമ്മുടെ രാജ്യം, ജർമ്മനിയെ മറികടന്ന്. ഇപ്പൊ കുറെ ബുദ്ധിജീവികൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ബിജുചേട്ടാ. ബുദ്ധിജീവികൾ ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4ാമത്തെ ഇതിൽ എത്തി എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ ഇതിനകത്തൊരു സ്കാം ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ ബുദ്ധിജീവികളുടെ ബഹളമാണ്. നിങ്ങൾ പാസ്പോർട്ടിന്റെ റാങ്കിങ് നോക്കൂ, രാജ്യം ഇവിടെയാണ്, മറ്റിടം നോക്കൂ, മറിച്ചത് ഇവിടെയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപയോഗം? 4ാമത് നമ്മുടെ രാജ്യം എത്തിയത് കൊണ്ട്. ആളോഹരി വരുമാനം എന്ന് പറഞ്ഞൊരു സാധനം ഇതിന്റെ പിറകിലുണ്ട്. രാജ്യത്തെ ഓരോ പൗരനും ഇത്ര വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യം വികസിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതായത് ഇവിടത്തുള്ള രാജ്യത്തുള്ള ആൾക്കാർ മുഴുവൻ ദരിദ്രരാണ്. പക്ഷേ രാജ്യം 4ാമത്തെ സാമ്പത്തിക ശക്തിയായെന്നും പറയുന്നു. നിങ്ങൾ ഇതാ ചൈനയിലോട്ട് നോക്കൂ. ചൈന ഇത്രാമത് സാമ്പത്തിക ശക്തിയായിരുന്നിട്ടും ഇവരുടെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോ ഇതില് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ആളോഹരി വരുമാനം കൂടണമെങ്കിൽ നമ്മൾ ഇറങ്ങി പണിയെടുക്കണ്ടേ? അതായത് നമ്മളെ രാജ്യത്തുള്ള, ഇപ്പൊ എനിക്ക് എന്റെ വരുമാനം കൂട്ടണമെങ്കിൽ നരേന്ദ്രമോദി തരുമെന്ന് പറഞ്ഞ് വെളിയിൽ ഇറങ്ങിയിട്ട് തുറന്ന് വിളിച്ചിട്ട് ആരും കൊണ്ട് തരത്തില്ലല്ലോ. ഞാൻ തന്നെ ഇറങ്ങി പണിയെടുത്തുണ്ടാക്കണ്ടേ? ഇപ്പൊ ചൈനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചൈനയിൽ ഏകാധിപത്യമാണ്. ആ ഏകാധിപത്യമായിട്ടുള്ള ചൈനയിൽ അവിടെ 12 മണിക്കൂറാണ് യവന്മാരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നത്. ജോലി എടുപ്പില്ലെങ്കിൽ യവന്മാരെ വലിയ രീതിയിലുള്ള പീഡനം അവിടെ നേരിടേണ്ടി വരും. ജനങ്ങൾ ജോലി എടുക്കാൻ അവിടെ തയ്യാറുമാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ജനങ്ങൾ ജനാധിപത്യത്തിന്റെ ആ ഒരു സുഖത്തിലും കംഫർട്ട്നെസ്സിലും അങ്ങ് അഭിരമിച്ചിരുന്നുകൊണ്ട് ആ സർക്കാർ തരും, ഞാൻ പട്ടിണി കിടന്നാലും സർക്കാർ തന്നോളും എന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. പാവങ്ങൾക്ക് എന്തുകൊണ്ടാണ് സർക്കാർ ഒന്നും ചെയ്യാത്തത്? ഈ പാവം എന്ന് പറയുന്ന ആരാണ്? ഞാൻ തന്നെയാണ് പാവം എന്ന് പറയുന്നത് പോലെയാണ്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആളോഹരി വരുമാനം കൂടില്ല എന്നുള്ളതാണ്. ഞാൻ അത് ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടതാണ്. എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് വലുതായിട്ട് ഒരുപാട് പാവങ്ങളെ സഹായിക്കണം എന്നുള്ളതാണ്. പക്ഷെ വലുതായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനാണ് ആ പാവം, എന്നെ ആരെങ്കിലും സഹായിക്കണം എന്ന് പറയും പോലെയാണ്. ഒരു കാര്യമുണ്ട്, ബുദ്ധിജീവികളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ CPM ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ബുദ്ധിജീവി ഗോവിന്ദ മാഷായിരുന്നു. അദ്ദേഹമാണ് ഈ പാർട്ടിക്ക് ക്ലാസ് എടുത്തോണ്ടിരുന്നത്. ഗോവിന്ദ മാഷ് സെക്രട്ടറി ആയപ്പോഴാണ് ജനത്തിന് മനസ്സിലായത് എന്ത് ബുദ്ധിജീവി ആയിരുന്നു എന്നുള്ളത്. പിന്നെ ഇവർ ബുദ്ധിജീവി ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് MA ബേബി സഖാവ്. അദ്ദേഹമാണല്ലോ ഇപ്പൊ ദേശീയ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ബുദ്ധി എന്താണെന്നുള്ളതാണ് ഇപ്പൊ ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ ബുദ്ധിജീവികളുടെ ഒരു പ്രധാന പ്രശ്നം. അവരിങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സുഖം, കണ്ണുകടി, അസൂയ, അത്രയും സിമ്പിൾ. അതെന്തായാലും 14 വർഷം, വെറും 14 10 കൊല്ലം കൊണ്ടാണ് ഇത്രയും അച്ചീവ്മെന്റ് ഉണ്ടാക്കിയത്. അപ്പൊ ആളോഹരി വരുമാനവും നിങ്ങൾ ഇറങ്ങി പണിയെടുത്താലും നിങ്ങൾക്ക് വേണ്ട വരുമാനം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഈ രാജ്യത്ത്. ഇപ്പോ ഞാൻ പറയട്ടെ, 18 വയസ്സ് തികഞ്ഞ വെറും കുട്ടികൾ പോലും ഇപ്പൊ ടാക്സ് അടയ്ക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി റവന്യൂ ഉണ്ടാക്കി ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഈ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് എന്റെ പൊന്നു വീഴ്ചേട്ടാ, 10 വയസ്സിൽ സംരംഭം തുടങ്ങി 10 പേർക്ക് ജോലി കൊടുത്ത പിള്ളേരെ കഥ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആളോഹരി വരുമാനം അവരുണ്ടാക്കുന്നത് രാജ്യത്തിന്റെ സാധ്യതകൾ, ഗവൺമെന്റ് കൊടുക്കുന്ന സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ്. അതുപോലെ പ്രയോജനപ്പെടുത്തിയ ആളോഹരി വരുമാനം ഉണ്ടാകും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സർവേ ഫലമാണ് വന്നിരിക്കുന്നത്. കോൺഗ്രസിനെ തീർത്തും നിരാശപ്പെടുത്തുന്ന ഒരു സർവേ ഫലം. ഭാവിയിൽ കോൺഗ്രസ് എന്ത് നീക്കമാണ് നടത്തുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.